ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 6 ആണ്ടുവട്ടത്തിലെ 22-ാം വാരം ശനിയാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു സാബത്ത് ദിവസം വയലിലൂടെ നടക്കുന്ന ക്രിസ്തുവും തൻ്റെ ഒപ്പമായിരിക്കുന്ന ശിഷ്യന്മാര് വയലിലെ കതിരുകൾ പറിച്ചു തിന്നുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സാബത്ത് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഫരിസേയർ, അവർക്ക് ഉത്തരമായിട്ട് ക്രിസ്തു ദാവീദിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കാണുന്നത്. ഇന്നലെ എൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ക്രിസ്തു, ഇന്ന് സാമ്പത്ത് ലംഘിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ക്രിസ്തു. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നൊരു കാര്യം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരുത്തിയിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ നിങ്ങളും ഉപവസിക്കണം, എന്നാലും ഈ കതിരുകൾ സാബത്തിനെ വളരെയധികം ലംഘിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു ദൈവമല്ല, ഒരു ക്രിസ്തു അല്ല. പിന്നെ എന്തിനാ കർത്താവ് ഇത്രത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? കർത്താവ് ഫരിസേയരെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്നത്തെ സമൂഹത്തിൽ, അന്നത്തെ സാഹചര്യത്തിലെ ഏറ്റവും റിജിഡായിട്ട്, കടുംകട്ടിയായിട്ട് നിയമത്തെ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമം മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമാക്കി മാറ്റിയ ഒരു കൂട്ടമാണ് ഈ ഫരിസേയർ, നിയമജ്ഞരൊക്കെ. അതുകൊണ്ട് തന്നെ കർത്താവ് ഉപവാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ സാബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കുക എന്നല്ല, അതിനും അപ്പുറത്തേക്ക് അവരെ തിരുത്തുക എന്നാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ആ കൂട്ടം ഫരിസേയരെ കുറിച്ചാണ്. ആദ്യത്തേത്, യേശുവും ശിഷ്യന്മാരും വയലിലൂടെ പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ചോദ്യം ഇതാണ്, സാബത്ത് ദിവസം ഇവരെന്തിനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകണം? സാബത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ദൈവത്തിൻ്റെ ദിവസമാണ്, കർത്താവിൻ്റെ ദിവസം, അത് പരിശുദ്ധമായി ആചരിക്കണം, അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. വചന വായനയിലൂടെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഫരിസേയര് അതൊക്കെ വിട്ടുകൊണ്ട് സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് എന്ത് തെറ്റ് ചെയ്യുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കുറ്റങ്ങളും കുറവുകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കർത്താവ് തിരുത്തുന്നത് ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾ ഈ സാബത്ത് എന്ന് പറഞ്ഞിട്ട് സാബത്തിൻ്റെ ഒരു കാര്യം പോലും നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യമല്ലേ. രണ്ടാമത്തേത്, കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലെന്നാ. അവിടെ കർത്താവ് നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കർത്താവിനറിയാം, തോറ അല്ലെങ്കിൽ വചനം മുഴുവൻ, തനാക്ക് മുഴുവനായിട്ടും വായിച്ചിരിക്കുന്ന, കവർ ടു കവർ വായിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഫരിസേയർ. അവരോട് കർത്താവ് നിങ്ങൾ വായിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അവർ ചിലപ്പോൾ വചനം ഒരു 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ലെന്ന് കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് കർത്താവ് ഈ ഫരിസേയരോട് പറയുന്ന ഒരു കാര്യം, നിയമം എല്ലാവർക്കും ഒന്നുപോലെയാണ്. പലപ്പോഴും ഈ നിയമജ്ഞരും ഫരിസേയരും പുരോഹിത പ്രമുഖന്മാർക്കൊക്കെ നിയമം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്നു, ഒരു സാധാരണക്കാരന് ഭാരമായി മാറുന്ന ഒരു നിയമമില്ല. എല്ലാവർക്കും നിയമം എന്ന് പറയുന്നത് നന്മയിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വഴികൾ മാത്രമാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തു. അതാണ് ആ ദാവീദിന്റെ സംഭവം കാണിച്ചുകൊണ്ട്, ദാവീദ് രാജാവൻ അങ്ങനെ ആകാമെങ്കിൽ ഒരു സാധാരണ ശിഷ്യൻ, ഒരു സാധാരണ മീൻപിടുത്തക്കാരനും അതുപോലെ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് നിയമം എല്ലാവർക്കും ഒന്നാണെന്നുള്ള കാര്യം ഫരിസേയരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഫരിസേയരുടെ ഈ 3 സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ ഞാൻ അത് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോകും, പ്രാർത്ഥിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിന് ശേഷം വന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറയാനും മറ്റുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുകയാണെങ്കിൽ ഞാനും ഈ ഫരിസേയരെ പോലെ ആകുന്നില്ലേ? ഞാൻ പലപ്പോഴായിട്ടും വചനം വായിച്ചിട്ടുണ്ടാവും, ബൈബിൾ മുഴുവനായിട്ടും വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൊരുൾ, ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ്, അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനും ഈ ഫരിസേയനെ പോലെ ആകുന്നില്ലേ? ചില സമയത്തെങ്കിലും സഭാനിയമം അല്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലെ ചില നിയമങ്ങളും തീരുമാനങ്ങളും അത് എനിക്കിഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ എനിക്കോ സൗകര്യപ്രദമായിട്ട് മാറുമ്പോൾ, ചില കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ശരിയാണ് പക്ഷെ മറ്റാരെങ്കിലും ചെയ്താൽ അത് തെറ്റാണ് എന്നുള്ള ബോധ്യം, എന്നുള്ളൊരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാനും ഒരു ഫരിസേയനെ പോലെ ആകുന്നില്ലേ? ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്,
ദൈവം എൻ്റെ ജീവിതത്തിൽ കുറേ കുറവുകളുണ്ട് കർത്താവേ. പക്ഷേ എൻ്റെ കുറവുകൾ പലപ്പോഴും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളിലാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ആ ഒരു സ്വഭാവം എനിക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.